ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് വെറും ഷോർട്ട് തന്നെ അങ്ങനെ ഇട്ടിട്ട് പോവുമായിരുന്നു. പിന്നെ എനിക്ക് തോന്നി പ്രത്യേകിച്ച് വീഡിയോസൊന്നും ഇടാണ്ടായിരുന്നില്ല. കാരണം പണ്ണിൻ്റെ മെറ്റീരിയൽസും അതുപോലെ എയർ അക്സസറീസിൻ്റെ സ്റ്റോക്കൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും ക്രിസ്മസ് കഴിയും നമുക്ക് എല്ലാ സാധനങ്ങളും എത്താൻ. ഞാൻ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ ഗ്ലിറ്റർ ട്യൂബ് ബാക്കി വന്നിട്ടുള്ള ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ടും അതുപോലെ തന്നെ 1 മീറ്റർ ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ടും നമുക്ക് എന്തെല്ലാം ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതായത് ഇപ്പം ഞാൻ 1 മീറ്റർ വെച്ചിട്ട് എടുക്കണില്ല. കാരണം നമ്മുടെ പീസ് ഒരുപാട് പീസുകളുണ്ട്. അപ്പോൾ ആ പീസ് വെച്ചിട്ടാണ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പം ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് നമ്മുടെ കോപ്പർ ബോർഡ് മുകളിൽ ഗ്ലിറ്റർ ട്യൂബ് ചുറ്റണം. അത് പിന്നെ ഒരുവിധം എല്ലാവർക്കൊക്കെ അറിയാമല്ലോ. ഒന്നത് പിന്നെ അതുകൊണ്ട് വള ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ കമ്മൽ, അതായത് റിങ് ഉണ്ടാക്കുന്നുണ്ട്. റിങ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഞാത്ത് പോലെ കിടക്കണ കമ്മൽ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ആലിഗേറ്റർ ക്ലിപ്പ് ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഞാനത് കാണിക്കണില്ല. പിന്നെ വള, അങ്ങനെ ഇത്രയും ഐറ്റംസാണ് ഞാനിപ്പോൾ ഈ ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. ഇത്രയും ഐറ്റംസ് തന്നെയാണ് നമുക്ക് 1 മീറ്റർ ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ടും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. അതുപോലെ തന്നെ വേസ്റ്റ് കഷ്ണം വന്നിട്ടും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവങ്ങളാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. കമ്മലിൻ്റെ ഇവിടെ ഇങ്ങനെ വളഞ്ഞിട്ടാണല്ലോ ഇരിക്കുക. അപ്പോൾ അത് നമുക്കത് നേരാക്കിയാലാണ് നമുക്കതിൻ്റെ ഉള്ളിൽ കൂടെ ഗ്ലിറ്റർ ട്യൂബ് കടത്തി വിടാൻ പറ്റുള്ളൂ. ആദ്യം ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് അതിൻ്റെ പിടുത്തം കുറച്ച് മുറുകിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പൊട്ടിപ്പോയി. അപ്പോൾ ആദ്യത്തെ അത് തന്നെ പാളിപ്പോയി. രണ്ടാമത്തത് എനിക്കത് പാളിപ്പോയി. അപ്പോൾ ഞാൻ 3ാമത്തെ റിങ് എടുത്തിട്ടാണ് അതുമ്മലാണ് എനിക്ക് ശരിയായിട്ടുള്ളത്. ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പിടിച്ചപ്പോൾ അത് വല്ലാണ്ട് കട്ട് ചെയ്തിട്ട് മുറിഞ്ഞു പോയി. ഇപ്പോഴല്ല, ഗ്ലിറ്റർ ട്യൂബൊക്കെ കടത്തിയിട്ട് ലാസ്റ്റിലേക്ക് എത്തുമ്പോഴാണ് അത് മുറിയുന്നത്. ഇത് നമുക്കിങ്ങനെ വെച്ച് നോക്കിയിട്ട് അതിൻ്റെ കറക്റ്റ് പാകത്തിന് മുറിച്ചെടുത്താൽ മതി. നമ്മൾ കയറ്റിയതിന് ശേഷം അത് കട്ട് ചെയ്യാൻ നിൽക്കണ്ട. അപ്പം അതിനേക്കാൾ എളുപ്പം നമ്മൾ ആദ്യം വെച്ച് നോക്കുക. അതിപ്പോൾ ഹെയർ ബാൻഡിനാണെങ്കിലും ഇതിനാണെങ്കിലും നമ്മളങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. മറ്റേത് നമ്മൾ വലിയൊരു മീറ്റർ ഗ്ലിറ്റർ ട്യൂബ് ഇങ്ങനെ കടത്തിയിട്ട് ലാസ്റ്റ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു അറ്റം നമുക്ക് കിട്ടാത്ത പോലെയാവും. അപ്പോൾ ഇതാകുമ്പോൾ സെയിം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അപ്പം അതിൽ നിന്ന് ബാലൻസ് വരുന്ന നമ്മളുണ്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇവിടുന്നാണ് എനിക്കത് സംഭവിച്ചത്. ഇതിൻ്റെ ലാസ്റ്റ് അറ്റം കണ്ട് ഇത് ഇവിടുന്ന് ഇങ്ങനെ വളക്കണ നേരത്താണ് എനിക്കത് പൊട്ടിപ്പോയത്. അപ്പം ഞാൻ ആ ശ്രമം ഞാൻ ഉപേക്ഷിച്ചിട്ട് അടുത്തതും എനിക്കതുപോലെ തന്നെ ഉണ്ടായത്. അതിങ്ങനെ വളക്കണ നേരത്ത് അത് വളഞ്ഞ് പക്ഷേ പൊട്ടിപ്പോന്ന്. ഭാഗമാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ശ്രമം ഞാൻ ഉപേക്ഷിച്ചിട്ട് പിന്നെ ഞാൻ അടുത്തെടുക്കണ രംഗം ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഇത് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ 2 എടുത്തപ്പോഴും 2 എനിക്ക് ശരിയായില്ല. 3ാമത്തെയാണ് എനിക്ക് ശരിയായത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് 2 റിങ് വേണമല്ലോ. അപ്പോൾ 2 റിങ്ങും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ 2 റിങ്ങും പിന്നെ ഹെയർ ബാൻഡും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഉണ്ടാക്കാനുള്ളത് വളയാണ്. പിന്നെ ആലിഗേറ്റർ ക്ലിപ്പ് ഞാൻ മുന്നേ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഉണ്ടാക്കുന്നത് വള. അതും ഇതേപോലെ സിമ്പിളാണ്. അതിങ്ങനെ ഒപ്പത്തിന് വെച്ചിട്ട് ഇത് ചിലപ്പോൾ എത്തില്ല. അപ്പോൾ ഞാൻ വേറെ അപ്പോൾ ഇത് കറക്റ്റാണ്. ആദ്യം നമ്മളിങ്ങനെ വെച്ച് നോക്കിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് കളയുക. അത് വളരെ സിമ്പിളാണ്. ഏത് ആൾക്കാർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ കയ്യിൽ ഏത് പശയാണ് ഉള്ളത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്യാം. ഞാനിപ്പോൾ ഗ്ലൂ ഗണ്ണാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് കംപ്ലീറ്റ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് വള. പിന്നെ ബാക്കി ബ്ലാക്കിൽ 2 പീസ് ഉണ്ടായിരുന്നത് ഞാൻ ഹെയർ ബാൻഡിൻ്റെ 2 അറ്റത്തും ഇങ്ങനെ വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെറുതെ ചെയ്തെടുത്തതാണത്. ഞാൻ എന്താ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹെയർ ബാൻഡിൻ്റെ 2 കൊമ്പ് പോലെ വെക്കില്ലേ, അത് നമുക്ക് നിർബന്ധമൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ വെച്ചാൽ മതി. അപ്പോൾ അതിനായിട്ട് 2
കൊമ്പ് പോലെ ആക്കിയെടുത്താണ്. മുയലിനുണ്ടാവില്ല 2 ചെവി അതുപോലെ. ഇപ്പം നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുള്ളതെങ്കിൽ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ 1 മീറ്റർ ഗ്ലിറ്റർ ട്യൂബ് കൊണ്ട് നമുക്ക് ഒരു വള, പിന്നെ ഒരു ഹെയർ ബാൻഡ്, 2 കമ്മൽ, അതുപോലെ തന്നെ 2 ആലിഗേറ്റർ ക്ലിപ്പ്, ഇത്രയും ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ 1 മീറ്റർ വെച്ചിട്ടല്ല, എനിക്ക് ബാക്കി ഒരുപാട് പീസുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തന്നതെന്ന് മാത്രം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ബാക്കി വന്നിട്ടുള്ള പീസ് കൊണ്ട് നമുക്ക് ഇങ്ങനെയും ചിലതൊക്കെ ഉണ്ടാക്കി നോക്കാം. അപ്പം എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്തത് ഒരു അടിപൊളി വീഡിയോയുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.